ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 9 സ്മോൾ ബിസിനസ് ഓഡിയോ ഓവർവ്യൂ. ബിസിനസ് സ്റ്റഡീസ് 9-ാം അധ്യായം സ്മോൾ ബിസിനസ് അഥവാ ചെറുകിട ബിസിനസ്. ഈ പാഠഭാഗത്തിന്റെ ഓഡിയോ പഠന സഹായിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. പരീക്ഷയ്ക്ക് ഇനി കൃത്യം ഒരാഴ്ചയാണല്ലേ? ഒരു ടെൻഷനും വേണ്ട. ഈ ചാപ്റ്റർ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഈ ചാപ്റ്റർ പരീക്ഷയ്ക്ക് എന്തിനാണ് ഇത്ര പ്രാധാന്യത്തോടെ പഠിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വിശദീകരിച്ചു തരാം. അതിനുശേഷം ചെറുകിട ബിസിനസ്സുകളുടെ പങ്കും അവർ നേരിടുന്ന പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. പരീക്ഷയിൽ എങ്ങനെ ഉത്തരം എഴുതി മുഴുവൻ മാർക്കും നേടാമെന്നുള്ളൊരു സൂത്രം ഞാൻ പറഞ്ഞുതരും. ഏതൊക്കെ ഭാഗങ്ങളാണ് ഉറപ്പായും പഠിക്കേണ്ടതെന്നും സാധാരണ വരുത്തുന്ന തെറ്റുകൾ എങ്ങനെ ഒഴിവാക്കാമെന്നും നമ്മൾ കാണും. ഏറ്റവും അവസാനം ഈ ഒരാഴ്ച കൊണ്ട് ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു തീർക്കാൻ ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ഞാൻ തരാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിന്റെ പ്രാധാന്യം. പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററും എന്തിനാണ് പഠിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതാണ്. ഈ സ്ലൈഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ കാര്യം, പരീക്ഷയിൽ ഈ ചാപ്റ്ററിന് നല്ല മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഒഴിവാക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. പിന്നെ ഇതിൽ നിന്ന് ചെറിയ നിർവചനങ്ങൾ ചോദിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസും വിശദമായി എഴുതേണ്ട ലോങ് ആൻസർ ക്വസ്റ്റ്യൻസും ഉറപ്പായും വരും. ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയാമോ? ചെറുകിട ബിസിനസ്സുകൾക്ക് ഒരു നിർവചനം കൊടുക്കാൻ, നമ്മുടെ രാജ്യത്ത് അവയുടെ പ്രാധാന്യം എന്താണെന്ന് വിശകലനം ചെയ്യാൻ ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. 1. MSMED ആക്ട് പ്രകാരമുള്ള നിർവചനം. 2. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ ചെറുകിട ബിസിനസ്സുകളുടെ പങ്ക്. 3. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. 4. ഗവൺമെന്റ് നൽകുന്ന സഹായ പദ്ധതികൾ. അടുത്തത്, ഈ ചാപ്റ്ററിന്റെ അടിത്തറയിടുന്ന കുറച്ച് പ്രധാനപ്പെട്ട ആശയങ്ങൾ നോക്കാം. ഈ നിർവചനങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ പകുതി മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് MSME ആക്ട് 2006. ഇതിന്റെ മുഴുവൻ പേര് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് ആക്ട് എന്നാണ്. പേര് കേട്ട് പേടിക്കേണ്ട. ചെറുകിട ബിസിനസ്സുകളെ തരംതിരിക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ഒരു ഔദ്യോഗിക നിയമമാണിത്. ഒരു ബിസിനസ് മൈക്രോ ആണോ, സ്മോൾ ആണോ, മീഡിയം ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിലെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മൂലധന നിക്ഷേപത്തെ അടിസ്ഥാനമാക്കിയാണ്. അതായത് ഒരു സാധനമുണ്ടാക്കുന്ന യൂണിറ്റ്, അതായത് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണെങ്കിൽ അതിലെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള നിക്ഷേപം നോക്കും. ഇനിയൊരു സേവന സ്ഥാപനമാണെങ്കിൽ അതിലെ ഉപകരണങ്ങളിലുള്ള നിക്ഷേപമാണ് കണക്കാക്കുന്നത്. ഈ ടേബിൾ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പതുക്കെ പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നോട്ട്ബുക്കിൽ ഇത് വരച്ചെടുക്കണം. MSMED ആക്ട് പ്രകാരം ബിസിനസ്സുകളെ മൈക്രോ, സ്മോൾ, മീഡിയം എന്നിങ്ങനെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ അഥവാ മാനുഫാക്ചറിംഗ് എന്റർപ്രൈസസിൽ ഒരു മൈക്രോ എന്റർപ്രൈസ് ആകണമെങ്കിൽ മെഷീനറിയിലുള്ള നിക്ഷേപം 25 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. സ്മോൾ എന്റർപ്രൈസ് ആണെങ്കിൽ നിക്ഷേപം 25 ലക്ഷത്തിൽ കൂടുതലും 5 കോടിയിൽ കുറവുമായിരിക്കണം. മീഡിയം എന്റർപ്രൈസ് ആണെങ്കിൽ 5 കോടിക്ക് മുകളിലും 10 കോടിയിൽ താഴെയുമായിരിക്കണം. ഇനി സേവന മേഖല അഥവാ സർവീസ് എന്റർപ്രൈസസ് ആണെങ്കിലോ, മൈക്രോയ്ക്ക് 10 ലക്ഷം രൂപ വരെ, സ്മോളിന് 10 ലക്ഷം മുതൽ 2 കോടി വരെ, മീഡിയമിന് 2 കോടി മുതൽ 5 കോടി വരെയാണ് നിക്ഷേപ പരിധി. ഈ കണക്കുകൾ കൃത്യമായി കാണാതെ പഠിക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്നൊരു ഭാഗമാണിത്. ഇനി വേറൊരു തരം വ്യവസായമുണ്ട്, കോട്ടേജ് ഇൻഡസ്ട്രീസ്. നമ്മൾ കുടിൽ വ്യവസായങ്ങൾ എന്നൊക്കെ പറയും. ഇവയെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്നും പറയാറുണ്ട്. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഇവരെ തരംതിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് നോക്കിയിട്ടല്ല. പിന്നെങ്ങനെയാ? ഇതിന്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്, സാധാരണയായി ഒരു വീട്ടിലെ ആളുകൾ തന്നെ ആയിരിക്കും അവിടെ ജോലി ചെയ്യുക. ലളിതമായ ഉപകരണങ്ങളാവും ഉപയോഗിക്കുന്നത്. പിന്നെ അവരുടെ നാട്ടിൽ കിട്ടുന്ന അസംസ്കൃത വസ്തുക്കളും അവരുടെ കഴിവും ഉപയോഗിച്ചായിരിക്കും ഉൽപ്പാദനം. ഓക്കേ, അപ്പോൾ ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഈ ചാപ്റ്ററിന്റെ ഹൃദയഭാഗത്തേക്ക് കടക്കാം. അതായത് ചെറുകിട ബിസിനസ്സുകളുടെ പങ്കും അവ നേരിടുന്ന പ്രശ്നങ്ങളും. എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ ഈ ഭാഗം നല്ല ക്ലിയറായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട ബിസിനസ്സുകളുടെ പങ്ക് എത്ര വലുതാണെന്ന് നോക്കൂ. ഈ പോയിന്റുകൾ നിങ്ങളുടെ ഉത്തരങ്ങളിൽ തീർച്ചയായും ഉൾപ്പെടുത്തണം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യയിലെ മൊത്തം വ്യവസായ യൂണിറ്റുകളിൽ 95% ചെറുകിട വ്യവസായങ്ങളാണ്. കൃഷി കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്നത് ഈ മേഖലയാണ്. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം വ്യാവസായിക ഉൽപ്പാദനത്തിന്റെ 40%, കയറ്റുമതിയുടെ 45% ഇവരുടെ സംഭാവനയാണ്. അതുമാത്രമല്ല, രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ വികസനം എത്തിക്കാനും ഇത് സഹായിക്കുന്നു. സംരംഭകത്വം അഥവാ എന്റർപ്രണർഷിപ്പിന് ഒരുപാട് അവസരങ്ങൾ നൽകുന്നു. ഉൽപ്പാദന ചെലവ് കുറവാണ്. തീരുമാനങ്ങൾ വളരെ വേഗത്തിലെടുക്കാനും സാധിക്കുന്നു. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന റോളുകൾ. നമ്മളിപ്പോൾ പറഞ്ഞ പ്രധാന കണക്കുകൾ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ ഈ ചാർട്ട് നിങ്ങളെ സഹായിക്കും. കണ്ടോ? ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ 95%,
ഇൻഡസ്ട്രിയൽ വാല്യൂ ആഡഡ് 40%, കയറ്റുമതി 45%. ഈ 3 നമ്പറുകളും മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോളൂ. ഇത്രയൊക്കെ നല്ല കാര്യങ്ങളുണ്ടെങ്കിലും ഈ ചെറിയ ബിസിനസ്സുകാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും വലിയ പ്രശ്നം ഫൈനാൻസ്, അതായത് പണമാണ്. ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദൈനംദിന കാര്യങ്ങൾ നടത്താനുള്ള പണത്തിനും എപ്പോഴും ക്ഷാമമുണ്ടാകും. അടുത്ത പ്രശ്നം റോ മെറ്റീരിയൽസ്, അതായത് അസംസ്കൃത വസ്തുക്കളാണ്. കുറഞ്ഞ അളവിൽ വാങ്ങുന്നതുകൊണ്ട് വിലപേശാൻ സാധിക്കില്ല. ചിലപ്പോൾ ഗുണമേന്മ കുറഞ്ഞ സാധനങ്ങൾ വാങ്ങേണ്ടി വരും. പിന്നെ മാനേജീരിയൽ സ്കിൽസിന്റെ കുറവ്. സാധാരണയായ ഒരാൾ തന്നെയാകും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അയാൾക്ക് എല്ലാത്തിലും വൈദഗ്ധ്യം ഉണ്ടാകണമെന്നില്ലല്ലോ. കുറഞ്ഞ ശമ്പളം കാരണം നല്ല തൊഴിലാളികളെ കിട്ടാനും അവരെ നിലനിർത്താനും പ്രയാസമാണ്. മാർക്കറ്റിങ്ങിന് ഇടനിലക്കാരെ ഒരുപാട് ആശ്രയിക്കേണ്ടി വരും. പലപ്പോഴും ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ചെലവ് കുറയ്ക്കാനാകും അവർ ശ്രമിക്കുക. പഴയ ടെക്നോളജി ഉപയോഗിക്കുന്നതും വലിയ മൾട്ടിനാഷണൽ കമ്പനികളുമായി മത്സരിക്കാൻ കഴിയാത്തതും. ശരി, അപ്പോൾ നമ്മൾ തിയറിയൊക്കെ പഠിച്ചു. പക്ഷേ തിയറി മാത്രം പഠിച്ചാൽ പോരല്ലോ, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങണ്ടേ? അതിനുള്ള വഴിയാണ് ഇനി പറയുന്നത്. ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതാമെന്നതിനുള്ള ഒരു സ്കോറിംഗ് ഫോർമുലയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. പരീക്ഷയ്ക്ക് ഇങ്ങനൊരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക. ഗ്രാമീണ ഇന്ത്യയിൽ ചെറുകിട ബിസിനസ്സുകളുടെ പങ്ക് വിവരിക്കുക. ഇതിന് എങ്ങനെയാണ് ഒരു അടിപൊളി ഉത്തരം എഴുതുന്നത്? ഈ സ്ലൈഡിൽ കാണുന്ന 4 സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കൂ. ഇതൊരു മാജിക് ഫോർമുല പോലെയാണ്. ഈ 4 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല. സ്റ്റെപ്പ് 1, ഒരു നല്ല ആമുഖം കൊടുക്കുക. ചെറുകിട ബിസിനസ്, ഗ്രാമീണ വ്യവസായം എന്നിവ എന്താണെന്ന് ഒരു വാചകത്തിൽ എഴുതുക. സ്റ്റെപ്പ് 2, പ്രധാന പോയിന്റുകൾ താഴെയായി എഴുതുക. ഗ്രാമങ്ങളിൽ തൊഴിൽ നൽകുന്നു, നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം തടയുന്നു, പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിക്കുന്നു എന്നിങ്ങനെയുള്ളൊരു 4-5 പ്രധാന പോയിന്റുകൾ. സ്റ്റെപ്പ് 3, നിങ്ങൾ എഴുതിയ ഓരോ പോയിന്റും 2-3 വാചകത്തിൽ ചെറുതായി ഒന്ന് വിശദീകരിക്കുക. സ്റ്റെപ്പ് 4, ഒരു ഉപസംഹാരം. ഗ്രാമവികസനത്തിൽ ചെറുകിട ബിസിനസ്സുകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഉത്തരം അവസാനിപ്പിക്കുക. ഈ ഘടന കൃത്യമായി പിന്തുടർന്നാൽ നിങ്ങൾക്ക് പരമാവധി മാർക്ക് കിട്ടും. ഇനി മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പരീക്ഷയ്ക്ക് എവിടെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നും എന്തൊക്കെ തെറ്റുകളാണ് സാധാരണയായി കുട്ടികൾ വരുത്തുന്നതെന്നും നമുക്ക് നോക്കാം. ഈ സ്ലൈഡിലെ താരതമ്യം ശരിക്കും ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ഇടതുവശത്ത് കാണുന്നതുപോലെ ചെറുകിട ബിസിനസ്സുകൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എന്ന് വെറുതെ എഴുതിവെച്ചാൽ മാർക്ക് ചിലപ്പോൾ കുറയും. എന്നാൽ വലതുവശത്ത് കാണുന്നതുപോലെ എന്താണ് ആ പ്രശ്നം എന്ന് കൃത്യമായി പറഞ്ഞാൽ അപ്പോൾ കിട്ടും ഫുൾ മാർക്ക്. അതായത് ചെറുകിട ബിസിനസ്സുകൾക്ക് ആവശ്യമായ പ്രവർത്തന മൂലധനമില്ല, ഈട് നൽകാനില്ലാത്തതിനാൽ ബാങ്ക് വായ്പ ലഭിക്കാൻ പ്രയാസപ്പെടുന്നു എന്ന് വ്യക്തമായി എഴുതണം. അതുപോലെ മാർക്കറ്റിംഗ് പ്രശ്നങ്ങളുണ്ട് എന്നു പറയുന്നതിന് പകരം നേരിട്ടുള്ള വിപണനത്തിന് സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് അവർ ഇടനിലക്കാരെ കൂടുതലായി ആശ്രയിക്കുന്നു, ഇത് കുറഞ്ഞ വിലയ്ക്കും പണം കിട്ടാൻ വൈകുന്നതിനും കാരണമാകുന്നു എന്നെഴുതണം. അപ്പോൾ പോയിന്റ് ഇതാണ്: നിങ്ങളുടെ ഉത്തരം എപ്പോഴും വ്യക്തവും കൃത്യവുമായിരിക്കണം. ഇതാണ് ഈ ചാപ്റ്ററിലെ എക്സാം ഹോട്ട് ലിസ്റ്റ്. ഇനി പറയുന്ന 4 കാര്യങ്ങൾ പഠിക്കാതെ ഒരു കാരണവശാലും പരീക്ഷയ്ക്ക് പോകരുത്. ഒന്നാമതായി, MSMED ആക്ട് ക്ലാസിഫിക്കേഷൻ ടേബിൾ. ആ നിക്ഷേപ പരിധികൾ ഉറപ്പായും കാണാതെ പഠിക്കുക. രണ്ടാമത്, ഇന്ത്യയിൽ ചെറുകിട ബിസിനസ്സുകളുടെ പങ്ക്. കുറഞ്ഞത് 5 പോയിന്റുകൾ ആ കണക്കുകൾ സഹിതം പഠിക്കുക. മൂന്നാമത്, ചെറുകിട ബിസിനസ്സുകളുടെ പ്രശ്നങ്ങൾ. അതിൽ ഫൈനാൻസ്, മാർക്കറ്റിംഗ്, കോമ്പറ്റീഷൻ എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അവസാനമായി, ചില പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെ മുഴുവൻ പേരും അവയുടെ ഒരു പ്രധാന പ്രവർത്തനവും അറിഞ്ഞിരിക്കണം. നെബാർഡ്, സിഡ്ബി, NSIC എന്നിവയൊക്കെ. ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ഈ ടേബിൾ നിങ്ങളെ സഹായിക്കും. NABRD എന്നാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഗ്രാമീണ ബിസിനസ്സുകൾക്ക് വായ്പയും ഉപദേശവും നൽകുകയാണ് ഇവരുടെ പ്രധാന ജോലി. NSIC എന്നാൽ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. മാർക്കറ്റിംഗ്, ടെക്നോളജി സഹായം നൽകുന്നു. SIDB, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ചെറുകിട ബിസിനസ്സുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പ്രധാന ബാങ്കാണിത്. പിന്നെ DIC, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ, ജില്ലാ തലത്തിൽ സേവനങ്ങളും പിന്തുണയും നൽകുന്നു. ഇവയുടെ മുഴുവൻ പേരും പ്രധാന ലക്ഷ്യവും ഒന്ന് ഓർത്തുവെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തു. ഇനി ഈ ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം എങ്ങനെ പഠിച്ചെടുക്കാമെന്ന് നോക്കാം. പേടിക്കാനൊന്നുമില്ല. ഇത് കൃത്യമായി പിന്തുടർന്നാൽ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ സാധിക്കും. ഇതാണ് നിങ്ങളുടെ 7 ദിവസത്തെ വിജയത്തിനുള്ള പ്ലാൻ. ആദ്യത്തെ 2 ദിവസം ഈ ഓഡിയോ വിശദീകരണം 1-2 തവണ കേൾക്കുക. എല്ലാ ആശയങ്ങളും മനസ്സിലാക്കി ചെറിയ നോട്ടുകൾ തയ്യാറാക്കുക. 3-ാം ദിവസം MSME ടേബിളും പ്രധാന നിർവചനങ്ങളും മനഃപ്പാഠമാക്കുക. 4-ാമത്തെയും 5-ാമത്തെയും ദിവസങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിലെ എസ്സേ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി പരിശീലിക്കുക. 6-ാം ദിവസം നിങ്ങൾ തയ്യാറാക്കിയ നോട്ടുകളും നമ്മൾ ചർച്ച ചെയ്ത എക്സാം ഹോട്ട് ലിസ്റ്റും ഒന്നുകൂടി വായിക്കുക. 7-ാം ദിവസം പരീക്ഷയുടെ തലേന്ന് എല്ലാം ഒന്നുകൂടി വേഗത്തിൽ നോക്കുക. ശാന്തമായിരിക്കുക, ആത്മവിശ്വാസത്തോടെയിരിക്കുക.
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ അമർ, അക്ബർ, ആന്റണി എന്നിവരുടെ കഥ ഓർമ്മയുണ്ടോ? സംരംഭകത്വ കോഴ്സ് കഴിഞ്ഞ് ഒരു ചെറിയ കളിപ്പാട്ട നിർമ്മാണ യൂണിറ്റ് തുടങ്ങി വിജയിച്ച അവരുടെ കഥ. അതുപോലെ നല്ലൊരു നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച ഈ അറിവിനെ വിജയമാക്കി മാറ്റാൻ നിങ്ങൾക്കും സാധിക്കും. നിങ്ങളിപ്പോൾ നന്നായി തയ്യാറെടുത്തിട്ടുണ്ട്. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. നിങ്ങൾ പഠിക്കുന്നതിനിടയ്ക്ക് ഈയൊരു ചോദ്യത്തെക്കുറിച്ചുകൂടി ചിന്തിക്കുക. ഇന്നത്തെ ഈ ലോകത്ത് വലിയ വലിയ കമ്പനികളോട് മത്സരിച്ചു നിൽക്കാൻ ഒരു ചെറുകിട ബിസിനസ്സിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ ശക്തി എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഈ ചാപ്റ്ററിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. നന്നായി പഠിക്കുക. എല്ലാ ആശംസകളും.